പേടിയില്ലാത്ത ഐശ്വര്യ ലക്ഷ്മിയോട് ഒരു ചോദ്യം. പേടി കൊണ്ടല്ലെങ്കിൽ പിന്നെ ഇഷ്ടം കൊണ്ടാണല്ലേ ആ ലേഡി ഡിറ്റക്റ്റീവിനെ കൊന്നൊടുക്കാൻ നോക്കിയത്? ഇത് ചെയ്തത് ഐശ്വര്യലക്ഷ്മി അല്ല. ഓ, അങ്ങനെയാണോ കാര്യങ്ങള്? അങ്ങനെയാണെങ്കിൽ പിന്നെ ആരായിരിക്കും? ആരോ ഇതിനിടയിൽ കയറി മറുകണ്ഠം ഗോളടിച്ചു. അതാരാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാ പോരാ, ആരായാലും കൊല്ലണം. അമ്മേ, അമ്മ എന്തിനാ എന്നെ അർജന്റായിട്ട് വിളിച്ചു വരുത്തിയത്? അതിനതൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എന്ത് കാര്യം ഇവിടെ ഉണ്ടായത്? നീ എന്താ അർജുൻ എന്നെ ചോദ്യം ചെയ്യണോ? അമ്മയ്ക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ കരുതിക്കോ. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സമയത്തിനാ വിലയെന്ന് അമ്മ തന്നെ പഠിപ്പിച്ചെന്ന് ഓർമ്മ വേണം. എനിക്ക് ഇന്ന് പല മീറ്റിങ്ങുകളും ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിവെക്കേണ്ടി വന്നില്ലേ? കമ്പനിക്കാര്യം പോലെ പ്രധാനപ്പെട്ടതാ കുടുംബത്തിന്റെ കാര്യവും. നീ എന്താ അതൊക്കെ അങ്ങ് മറന്നുപോയോ? പലതും മറന്നു പോകുന്നത് ഞാനല്ല, അമ്മയാ. മനസ്സിലായില്ല? ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കുടുംബത്തെക്കുറിച്ചാ. ഭദ്രനങ്ങള് പറഞ്ഞു പിടിപ്പിക്കുന്ന കുതന്ത്രങ്ങളൊന്നും അല്ല കുടുംബം. കുടുംബം എന്ന് പറയുമ്പോ അതില് അമ്മ മാത്രമല്ല, ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം അമ്മ മറന്നു പോകരുത്. ഓ, ഭാര്യയുടെ തലയണ മന്ത്രവും കേട്ട് എന്നോട് കോർക്കാമെന്നതാണോ എന്റെ മകൻ? എന്നാ എന്റെ മകൻ ചില സത്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയാൻ പോകുന്നത് നിന്റെ ഭാര്യയുടെ ഗുണഗണങ്ങളാ. അത് കേട്ടിട്ട് നീ തീരുമാനിക്കണം അവളോടൊത്ത് ജീവിക്കണോ വേണ്ടയോന്ന്. നിന്റെ ഭാര്യയുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിരുന്നു. അയാള് എല്ലാ ഡീറ്റെയിൽസുമായി ഇങ്ങോട്ട് പുറപ്പെട്ടതാ. അതിനിടയില് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാം നിനക്ക് ഇന്ന് തന്നെ ബോധ്യപ്പെട്ടേനെ. എന്റെ ഭാര്യ ഈ കുടുംബത്തിന് ചേർന്നൊരു മരുമകളല്ലെന്നുള്ള ഡീറ്റെയിൽസ് ആയിരിക്കുമല്ലോ അമ്മ എന്നെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ പിന്നിൽ ആരാണെന്നും എന്തിനു വേണ്ടിയിട്ടുള്ള പ്ലേ ആണെന്നും മനസ്സിലാക്കാനുള്ള പ്രായമുണ്ട് എനിക്ക്. ഒക്കത്തെടുത്ത് നടക്കുന്ന പ്രായമല്ല എനിക്ക്. ഇനി ഇത്തരത്തിലുള്ള അന്വേഷണവും എന്നെയും ലക്ഷ്മിയും തമ്മിൽ തെറ്റിക്കാനുള്ള ചീപ്പ് പരിപാടികളും അമ്മ ഒഴിവാക്കുന്നതാണ് നല്ലത്. അർജുൻ, അമ്മേ, ലക്ഷ്മി എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ഭാര്യയാണ്. ബിസിനസ് കാര്യങ്ങളിലും വളരെ സ്മാർട്ടായിട്ടാ ലക്ഷ്മി ഇടപെടുന്നത്. അതൊക്കെ അഭിനയമാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പലതിനെയും അങ്ങനെ കണ്ടൂടെ? അമ്മയുടെ സ്നേഹം അടക്കം. അർജുൻ, സോറി അമ്മ. രമാനിലയത്തില് കിരീടം വെക്കാത്ത റാണി എന്താ പേടിച്ചു പോയോ? എന്തിന് ഞാൻ പേടിക്കണം? ഒരുപാട് രഹസ്യങ്ങൾ ഒളിക്കാനില്ലേ? ഒരുപാട് രഹസ്യങ്ങൾ ഒളിക്കാനോ? ചിന്നു, നീ ഈ വീട്ടിൽ എച്ചിൽ പാത്രം കഴുകി ജീവിക്കുന്നവളാ. ഞാനാണെങ്കിൽ ഗ്രഹനാഥയായ ജയരാമന്റെയും രമാദേവിയുടെയും ഒരേ ഒരു മരുമകൾ. ഒരു വീട്ടിൽ ഗ്രഹനാഥ് കഴിഞ്ഞാൽ അടുത്ത അധികാരം ആ വീട്ടിലെ മൂത്ത മരുമകൾക്കാ. ആ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു ഞാൻ. എന്റെ ഭർത്താവിന്റെ ലോകം ഇപ്പൊ ഞാനാ. ഇനി എന്നെ അത്ര എളുപ്പത്തിൽ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാന്ന് വിചാരിക്കുന്നതേ ബുദ്ധിമോശ. അങ്ങനെയുള്ള ഞാൻ എന്തിനെയാ ഭയപ്പെടേണ്ടത്? ആരെ ഭയപ്പെടണം? പേടിയില്ലാത്ത ഐശ്വര്യ ലക്ഷ്മിയോട് ഒരു ചോദ്യം. പേടി കൊണ്ടല്ലെങ്കിൽ പിന്നെ ഇഷ്ടം കൊണ്ടാണല്ലേ
ആ ലേഡി ഡിറ്റക്റ്റീവിനെ കൊന്നൊടുക്കാൻ നോക്കിയത്? എന്താ ഇപ്പൊ ചെറിയ പേടി തോന്നുന്നുണ്ടല്ലേ? ചെറുതായിട്ട്, ലേശം. രമാദേവി എന്തൊക്കെയോ അറിഞ്ഞാ എന്തൊക്കെയോ നഷ്ടപ്പെടുമെന്നൊരു തോന്നല്. ആ തോന്നൽ, ഈ മൗനം, അതാണ് പേടി. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന്. നാളുകളുടെ എണ്ണം കൂടാൻ പ്രാർത്ഥിക്ക്. എനിക്ക് പേടി ഒന്നിന് മാത്രമേ ഉള്ളൂ. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന എന്റെ ഭൂതകാലത്തെ. ഒരു കാര്യം കൂടെ കേട്ടോ. ഞാൻ കൊട്ടാരത്തിലെ തമ്പുരാനെയും തമ്പുരാട്ടിയും കൊന്ന ശിവദാസന്റെയും സീതയുടെയും മകളാണെന്നറിയുമ്പോ നീയും ശിവദാസന്റെ മകളാണെന്ന് എല്ലാവരും അറിയും. അതോടെ വഴിമുട്ടുന്നത് എന്റെ മാത്രമാവില്ല, നിന്റെയും നിന്റെ പുന്നാരമ്മ സീതയുടെയുമായിരിക്കും. ആരെയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യാത്തതുകൊണ്ടും വലിയ ഉയർന്ന പദവിയില്ലാത്തതുകൊണ്ടും ഞങ്ങളുടെ വീഴ്ചയുടെ ആഘാതം കുറവായിരിക്കും. അതും കൂടി കണക്കൂട്ടി വെക്കുന്നത് നന്നായിരിക്കും. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിച്ച് ജീവിക്കാന്ന് കരുതുന്നത് മണ്ടത്തരവാ. ചേച്ചി ഒരു കോമാളിയായി മാറി കാണുന്നൊരു ദിവസം വരും. അത് ഈ ചിന്നു കാണുകയും ചെയ്യും. അയ്യോ, ഈശ്വരാ. ആളെന്തോ വീഡിയോ കാണുവാണല്ലോ. എന്തായാലും നോക്കിക്കളയാം. അയ്യോ, രാമ രാമ രാമ. അയ്യോ. ഇപ്പൊ കാണിച്ചു തരാം. പേടിച്ചല്ലേ? ഈശ്വര, എന്റെ കയ്യിലുള്ള കോന്നമ്പല് പറഞ്ഞു.